ഹജ്ജ് ക്യാമ്പിൽ സന്ദർശനം നടത്തി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. ഹജ്ജ് ഹൗസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂട്ടായി പരിശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തന്നെ അതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ N ഷാജിദ്, സുരേഷ് മാവില, നിസാർ അതിരകം തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിന് അനുവദിച്ച ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനായി സൗഹൃദ സംഗമം ഹജ്ജ് ക്യാമ്പിൽ നടന്നു. സംഗമത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അരക്കോടിയുടെ സഹായ വാഗ്ദാനവും മറ്റ് സഹായങ്ങളും. അടുത്ത തീർത്ഥാടന കാലത്ത് ഹജ്ജ് ഹൗസ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഹജ്ജ് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. ഇത്തരത്തിൽ ഹജ്ജ് ഹൗസ് വരികയാണെങ്കിൽ അനാവശ്യ ചെലവിന് നമ്മൾ വാങ്ങിയെന്നുള്ള ചിന്തകൾക്ക് വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം മതപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇല്ലാണ്ട് പണം വിയോജിച്ചു എന്നുള്ളൊരു എല്ലാ കാലത്തും അതിന് പേര് വേണ്ട എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പറയുകയാണ്. പക്ഷെ എന്തുകൊണ്ടും ഈ തുടക്കത്തിൽ നമുക്ക് ആദ്യത്തെ ഫൗണ്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളും ലോകത്തിൻ്റെ 5 കോടി രൂപ നമുക്ക് ആരംഭിക്കാം. അത് വളരെ പെട്ടെന്ന് ഒരു ടെൻഡർ വിളിക്കാനുള്ള താമസം അത്രേ ഉണ്ടാവുള്ളൂ. അടുത്ത മാസം നമുക്ക് ഈ നിലവിലുള്ള ഈ ഒരു പ്ലാന് ഫൈനലൈസ് ചെയ്ത് ടെൻഡറിലേക്ക് കടക്കാം. ആ ടെൻഡർ നല്ല ഏതെങ്കിലും കമ്പനി എടുക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തീർക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സീസൺ ആകുമ്പോഴേക്കും നമുക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച പണം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാം. ഹജ്ജ് ഹൗസിന്റെ ടെൻഡർ നടപടികൾ അടുത്ത മാസം നടത്താം. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിച്ച് അടുത്ത തീർത്ഥാടന കാലത്ത് ഹജ്ജ് ഹൗസ് പ്രവർത്തനം ആരംഭിക്കാം. ഇനി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പണം വെക്കണമെങ്കിൽ അടുത്ത ബജറ്റാകും. എല്ലാവരുടെയും സഹായത്തോടെ ഒരുമയോടെ നിന്ന് നമുക്ക് ഹജ്ജ് ഹൗസ് നിർമ്മിക്കാമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പൊതു സ്ഥാപനമാക്കി ഹജ്ജ് ഹൗസിനെ മാറ്റാം. ക്യാമ്പിൽ നടന്ന സൗഹൃദ സംഗമത്തിൽ മാത്രം അരക്കോടിയുടെ സഹായ വാഗ്ദാനമുണ്ടായി. കൂടാതെ ഹജ്ജ് ഹൗസിന് ആവശ്യമായ കിണർ, കുഴൽക്കിണർ എന്നിവ നിർമ്മിച്ചു നൽകുമെന്നും സംഗമത്തിൽ പ്രഖ്യാപിച്ചു. ഒരു പൊതുസ്ഥാപനമാക്കി മാറ്റുക, സർക്കാരിനെ മാത്രമല്ല ഒരു പൊതുസ്ഥാപനമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മളെല്ലാം ചേർന്ന് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രഭാസ് സാഹിബ്, ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, നിങ്ങളുടെ സുഹൃത്താണ്, അധികം ഇന്നലെ നമ്മുടെ ഷംസു അറിയാം, ദുബായ് പാലസിൽ ഷംസു എന്നൊരു ചെക്ക് എഴുതിച്ചിട്ടുണ്ട്, നമ്മളെ എഴുതിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഹജ്ജ് ഹൗസ് ഉണ്ടാക്കുക എന്നതാണ് ആശയം. ഹജ്ജ് ഹൗസ് തറക്കല്ലിടൽ വേദിയിൽ നിന്ന് പ്രഖ്യാപിച്ചതും സംഗമത്തിലെ പ്രഖ്യാപനം ഉൾപ്പെടെ ഏകദേശം 1.5 കോടി രൂപ ആയിക്കഴിഞ്ഞു. ഇത്തവണ പോയ തീർത്ഥാടകരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് സഹായം നൽകാൻ താൽപ്പര്യം ഉള്ളതായാണ് അറിയുന്നത്. അതുതന്നെ ഏകദേശം 3 കോടിയോളം രൂപ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവള വികസനത്തിനായി കിൻഫ്ര ഏറ്റെടുത്ത ഭൂമിയിൽ 1 ഏക്കർ സ്ഥലം ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. വിമാനത്താവള ചുറ്റുമതിലിനുള്ളിൽ 3-ാം ഗേറ്റിന് സമീപം കുറ്റിക്കരയിലാണ് ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള സ്ഥലം കിയാൽ വിട്ടു നൽകിയത്. ഇവിടെ 5 നിലകളിലായാണ് ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കും. കൂടാതെ 710 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും ഇവിടെ നിർമ്മിക്കും. 17 കോടി രൂപയാണ് ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനായി പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 5 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 12 കോടി രൂപയാണ് പൊതുജനങ്ങൾ നൽകുന്ന സഹായങ്ങളിലൂടെ കണ്ടെത്തുന്നത്. വിമാനത്താവള നഗരമായ മട്ടന്നൂരിന് വികസനം ഉറപ്പിച്ചുള്ള ഹജ്ജ് ഹൗസാകും യാഥാർത്ഥ്യമാക്കുക. സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും സ്വന്തമായി ആധുനിക ഓഡിറ്റോറിയങ്ങളും മറ്റും ഇല്ലാത്ത മട്ടന്നൂരിൽ ഹജ്ജ് ഹൗസ് യാഥാർത്ഥ്യമാകുമ്പോൾ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സംവിധാനങ്ങൾ ഒരുങ്ങും. 1 മാസത്തോളം നീളുന്ന തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഹജ്ജ് ഹൗസ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നൽകും. ഇതിന് സാധിക്കുന്ന മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്ററായി ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് ലക്ഷ്യം. ചടങ്ങിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായി. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിദ്, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, OV ജാഫർ, ഷംസുദ്ദീൻ അറിഞ്ചിറ, അസ്കർ കൊറോഡ്, നിസാർ അതിരകം, CK സുബൈർ ഹാജി, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കോത്ത്, സയ്യിദ് സുഹൈൽ തങ്ങൾ, സയ്യിദ് സൊഫ്വാൻ തങ്ങൾ, ഇസ്ഹാബ് അലി തങ്ങൾ, അഷ്റഫ് മമ്പ്രം തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.